ഏട്ടാ ഇതെന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല, എന്റെ പൊന്നണ്ണ ഇതൊന്ന് കാണു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ അയച്ചു തന്നെ. ഏതായാലും ഒന്ന് കാണണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പൊന്നി ചെങ്ങാതിയേ, ഈന്റെ അവസ്ഥക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പശുവേട്ടനും അതുപോലെ തന്നെ നമ്പ്യാരേച്ചിയൊന്നും ഒന്നും അല്ല, അതുക്കും മേലെ, അതുക്കും മേലെ എന്നാ പണിയിട്ടിരിക്കണ്ണ, എന്നാ പണിയിട്ടിരിക്കും. ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റോഡിൽ വെച്ച് ചെയ്യുന്നതായിരുന്നു ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ തോർത്ത് വിരിച്ചിട്ട് അവിടെ കിടന്നാൽ തന്നെ നല്ല രീതിയിൽ നല്ല തുട്ട് കിട്ടുമായിരുന്നു. വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പൈസ മുടക്കുന്നത്? അത് മാത്രമല്ല, ഈ ഷൂട്ടിങ് ചെയ്യുന്ന അണ്ണന്മാർ, അവന്റെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അണ്ണന്മാരുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉയ്യന്റെ മക്കളെ, ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ കിളിപോയി എൻ്റെ കിളിവിനെ തിരിച്ചു വന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഒന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനും അവൻ കുറച്ച് താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഇതുപോലെയാണ്. അപ്പൊ ആ പെണ്ണ് എന്ന് പറഞ്ഞ് ഇവർ ആദ്യം കുക്കിംഗ് ചാനലൊക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതില്ലാത്തപ്പോഴും കുറച്ച് KML കാണിക്കാൻ തുടങ്ങി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് എടുത്ത് ഇതായി. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പുതിയ കാറ് മേടിക്കുന്നത്, പ്ലേ ബട്ടൺ കിട്ടുന്നത്, ഇതൊക്കെ വാങ്ങിക്കാൻ പോയത് ആരാ നിങ്ങൾക്കറിയാം? ഈ അമ്മായിയച്ഛനാണോ, ഇനി സ്വന്തം അച്ഛനാണോ, ഇനി അമ്മായിയമ്മയാണോ, സ്വന്തം അമ്മായിയമ്മയാണോ അറിയില്ല, 2 പേര് ഇവരെ കൂടിയുണ്ട്. ഈ കാറ് വാങ്ങിക്കുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ വാങ്ങിക്കുമ്പോഴും. പിന്നെ എനിക്ക് മഹാഭാവികളോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയാം, എന്തിനാടാ വെറുതെ ഒന്നും അറിയാതെ കുഞ്ഞിനിങ്ങനെ എടുക്കുന്നത് ഫോട്ടോ? അതായത് അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അതിന് സമൂഹത്തിലിറങ്ങി നടക്കാൻ കഴിയോ? അതിനൊന്ന് പുറത്തിറങ്ങാൻ കഴിയോ? അതിന് ഉള്ള കാര്യം ഞാൻ പറയുന്നത്, ആ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ വെച്ച് ഒരു ഫോട്ടോ ഇടുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ ഇത് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയ പിശാചുക്കളാണ് അവര്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആ കുഞ്ഞിനെ വെറുതെ വിടുന്നില്ലേ അവര്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ആ കുഞ്ഞിനൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് സ്കൂളിൽ പോകാൻ കഴിയോ, കോളേജിൽ പോകാൻ കഴിയോ, വേറെ എവിടെയെങ്കിലും പോകാൻ കഴിയോ? പിന്നെ വേറെ ഒരു കാര്യവും കൂടി, ഈ നിൽക്കുന്ന ഈ പന്ന കിളവന് ഇയാളൊക്കെ അറിയില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന്, എന്ത് ചെയ്തിട്ടാന്ന്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നാണക്കേട് കൊണ്ട് പൈസ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പൈസ അങ്ങ് തീരുന്നു. എന്റെ പൊന്ന് ചെങ്ങായിമാർ, ഇതാണോടോ നിങ്ങളെ പൈസ ഉണ്ടാക്കല്? അല്ല, എനിക്ക് മനസ്സിലാകുമെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താ വെച്ചാൽ എനിക്ക് ഇവർ ഏത് നാട്ടുകാരാന്ന് എന്നൊന്നും അറിയില്ല. ഏത് നാട്ടുകാരായാലും നിങ്ങൾ അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തന്നെ. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമല്ലേ, ഏതായാലും വോട്ട് പിടിക്കാനെങ്കിൽ ഇവരെ വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒന്ന് ഇവരെ കാണിച്ചു തരണമായിരുന്നു. എന്ന് വെച്ചാൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ, അല്ല പന്നകളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, എന്തിനാന്നോ ആ കുഞ്ഞിനെ എന്തിനാന്ന് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേറെ ഒന്നും വേണ്ട. പിന്നെ അവനല്ല, അവന്റെ ആ തന്തക്കും തള്ളക്കും അവരൊക്കെ ഒരു നന്ദി കൊടുക്കണം അവർക്ക് കടന്ന്. കാരണം എന്താ അറിയാ, അയാളുടെ തൊലിയൊന്ന് പോയിട്ടൊന്ന് എനിക്ക് ഇങ്ങനെ നോക്കണമായിരുന്നു, തൊട്ടോക്കണമായിരുന്നു. അതിന് എത്രമാത്രം കട്ടിയുണ്ട്, എത്ര സെന്റിമീറ്ററാണ് ആ തൊലി എന്നുള്ളത്. ആ തന്തേന്റെയും തള്ളേന്റെ ഇല്ല, ആ പ്ലേവട്ടം മാണിക്കാനും ഇതിനൊക്കെ നിന്ന തന്തയും തള്ളയും, അതാരായാലും ശരി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരോട് 2 കാര്യങ്ങളാണ് എനിക്ക് നോക്കാനുള്ളത്. ഒന്ന്, ആ കുഞ്ഞിനെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്? 2, ഈ തൊലിക്കെട്ടി, ആ തന്തേന്റെയും തള്ളേന്റെയും തൊലിക്കെട്ടി ഒന്ന് നോക്കാൻ വേണ്ടി, എത്ര സെന്റിമീറ്റർ ആണ്, അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പോലും അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മക്കളെ, ഇതൊരു സംഭവം തന്നെയായിട്ട്, ഒരു 1.5 സംഭവം ഒന്നും അല്ലാട്ടാ. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളെ നാട് ഗതി പിടിക്കേണ്ടത്? അതാ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയാ ഗതി പിടിക്കേണ്ടത് എന്ന്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ റോഡിൽ വലിയ സംഭവം ഉണ്ടാവും. ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പാർക്കിലും മറ്റെവിടെയൊന്നും പോകാൻ കഴിയുന്നില്ല. എന്താ പറയേണ്ടത്, കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ഒരു ബസ്സിൽ കയറിയതാണ്. ആ ബസ്സിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്കാരൊക്കെ കുറവാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഒരു സീറ്റിലിരുന്നു. കുറച്ച് അങ്ങനെ എത്തുമ്പോഴേക്കും എന്തെല്ലോ ഒരു ശബ്ദം, നല്ലതാക്കിയിട്ട് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടക്ടർ ഇങ്ങനെ നോക്കി. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ചിരിക്കുന്നു. മനസ്സിലായ? കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ളവൻ പറഞ്ഞു ബാക്കിൽ നോക്ക്. ഞാൻ ചോദിച്ചു എന്താ ബാക്കിൽ നോക്കുമ്പോഴേ, നോക്കുമ്പോഴേക്ക് എന്താ പരിപാടി? എൻ്റെ ചെങ്ങാതിയേ, ഏടിയോ പഠിക്കാൻ പോയിട്ട് വരുന്ന 2 എണ്ണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അച്ഛനും അമ്മയും എടിയോ കാത്തു നിൽക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം. അത് മാത്രമല്ല, ഇവനെ കെട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇടക്കെട്ടാൻ. അപ്പൊ അവളെ കെട്ടുന്നവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ. അയ്യോ കഷ്ടം. ഇതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, ഇതാണ് ന്യൂ ജനറേഷൻ. എന്താ വെച്ചാൽ നാണവും ഇല്ല, മാനവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മുടെ മൃഗങ്ങൾക്ക് വരെ കുറച്ച് നാണവും മാനൊക്കെ വന്നിട്ടുണ്ട്. മൃഗങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാരെ കാണുമ്പോഴിങ്ങനെ ഒന്ന് മറയിൽ പോയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നു തോന്നുന്നത്.
പക്ഷെ മനുഷ്യന്മാരുടേത് നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, മനുഷ്യന്മാർ ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നോക്കാൻ പറ്റുമോ? നോക്കിക്കഴിഞ്ഞാൽ പറയില്ലേ 80-ലെ അമ്മാവൻ അതാ നോക്കിയിരിക്കുന്നതെന്ന് പറയില്ലേ? സത്യം പറയാലോ, നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കുക. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 80-ലെ അമ്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്നാ നോക്കേണ്ടതെന്നറിയാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ, നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് മാത്രം നോക്കുക. ആരാൻ്റെതാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. കാരണം വെച്ചാൽ നശിക്കാനുള്ളതാണെങ്കിൽ നശിച്ചോട്ടെ. കാരണം എന്ന് വെച്ചാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കീർപ്പമാക്കിയിട്ട് വരുമ്പോൾ ആയിരിക്കും പിന്നീട് മനസ്സിലാവുക. അതുകൊണ്ട് ആരാൻ്റെയാണെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട മക്കളെ, എന്തോ ആയിക്കോട്ടെ നോക്കുക, നിങ്ങൾ മിണ്ടാനേ പോകണ്ട. പക്ഷെ അവനവൻ്റെ ആണെങ്കിൽ ഒന്ന് എന്താ പറയുക, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാം. കാരണം പണ്ടാന്ന് അതൊക്കെ എന്ന് പറഞ്ഞൊരു പഴഞ്ചലായിട്ട് ഇപ്പം ന്യൂ ബനാന ടോക്കാന്നത്. ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഓൻ്റെ വീട്ടിലിപ്പോൾ സംഭവിച്ചു എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമുക്കൊന്നുമില്ല. നമ്മളെ വീട് മാത്രം നോക്കുക, അല്ലാതെ വല്ലവൻ്റെയും കാര്യമോ ഇതൊന്നും നോക്കാൻ പോണ്ട. ഓൻ എന്തോ ആയിക്കോട്ടെ, ഓൻ നശിക്കോ, എൻ്റെ മക്കൾ നശിക്കോ, നന്നാവോ, എന്തോ ആയിക്കോട്ടെ. പക്ഷേങ്കിൽ തോന്നിയവാസങ്ങൾ കാണിക്കുമ്പോൾ ഈ കുഞ്ഞുമക്കൾ എന്തിനാണ് നിന്റെ തീർന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. കുറേ നാൾ മുമ്പ് നിങ്ങൾക്കറിയാം, നല്ലൊരു വേട്ടാവളിയെത്തി വന്നിട്ട് ഇതുപോലെ നഗ്നയായിട്ട് കിടന്നിട്ട് മോനെ കൊണ്ട് ചിത്രം വരപ്പിക്കുക. ഓളാന്ന് പണ്ട് മറ്റേ എന്നിട്ട് ഇവിടെ മല കയറാൻ പോയിന്നിരിക്കുക. അങ്ങനെയുള്ള കുറേ എന്നുകൾ വേറെയും. ഈശ്വര, ഈറ്റിങ്ങളെ തെറി വിളിക്കാൻ വരെ തോന്നുന്നില്ലല്ലോ ഭഗവാനെ. എന്തൊരവസ്ഥയാണ് നാടിൻ്റെ. എൻ്റെ അമ്മോ, കണ്ടിട്ട് ഇന്നലെ എൻ്റെ ചെങ്ങായിയേ, ഇതെന്താ സംഭവം എന്നറിയില്ലടോ. തുരിയല്ലേ മെസ്സേജ് വരുന്നില്ല. എൻ്റെ ഏട്ടാ, നിങ്ങൾ അറിയുന്നില്ലേ, യൂട്യൂബേഴ്സ് മുഴുവൻ ഇപ്പം ഇതിൻ്റെ പുറകെയാന്ന്, ഒന്ന് നോക്കട്ടോ എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർക്ക് എന്താ പേന്തായി പോയാ ഈ നോക്കെന്ന് പറഞ്ഞ് ഇത് ഏടുന്ന് കിട്ടാനാന്ന്. അവസാനം എന്ന് പറഞ്ഞാൽ ലോകം തെച്ചും പോയിട്ട് തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മോനെ പറയുന്നത് ഇത് വീഡിയോ ഒന്നും അല്ല, ഇത് ജീവിതവും അല്ല, ഇത് പിടിക്കാൻ പോകുന്നത്, ഇതിൻ്റെ കൂടെ നടക്കുന്നത്, ഇതിൻ്റെ കൂടെ പിന്നെന്താ ഇതിന് വരെ മേക്കപ്പ് തേച്ച് കൊടുക്കുന്നത് വരെ ആണുങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് ഈ കവാടം മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ കാണിക്കാണല്ലോ, അതിന് മേക്കപ്പ് വേണം പോലും, ഇല്ലെങ്കിൽ അത് ക്ലിയർ ഉണ്ടാവില്ല പോലും. അതിന് വരെ മേക്കപ്പ് തേച്ച് കൊടുക്കുന്ന ആണും പെണ്ണും കുറേ എണ്ണം. ഈശ്വര, കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പം ഇതാണല്ല സ്ഥിതി. ഈശ്വര, ഒറ്റ ഒന്നും പണിക്കും വരുന്നില്ല, സകല എണ്ണം ചിരട്ടിയും വെച്ച് കിട്ടി നടക്കുന്നത്. കുറേ എണ്ണം ഇത് മാറ്റിയിട്ട് വെച്ചിട്ട് ഈ ഇതുവാക്കി നടക്കുന്നത്. ഇത് ചെയ്യാനാന്ന് ഭഗവാനെ, എങ്ങോട്ടാ നമ്മളെ നാട് പോകുന്നു ഈശ്വര. എങ്ങനെയാ ജീവിക്കാവിടാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഭഗവാനെ. എന്തോരവസ്ഥയാന്ന് മനുഷ്യൻ്റെ. ഇങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കുക എല്ലാവരും. അയ്യോ, നമ്പ്യാറൊന്നും ഒന്നുമല്ലട്ടാ. നമ്പ്യാർ, പശുപാലേട്ടൻ, ഇതൊന്നും അവരൊന്നും ഒന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞ ഒരു കോണെങ്കിലും അവിടെ മറക്കിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ മോനെ, ഇത് അതുമില്ല, ഒന്നുമില്ല. അയ്യോ, ഭയങ്കരം തന്നെ. എൻ്റെ പൊന്നു മക്കൾ, നിങ്ങളൊരു കാര്യം ഉണ്ടട്ടാ, ഇതൊന്നും പറയാൻ കഴിയുന്നില്ല നമുക്ക്. ദൈവത്തെ ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതാണ്, ആ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം, ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം കൂടിയിട്ടെ, ഈ ഭാര്യനെ വെച്ചിട്ട് പോകുമ്പോൾ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നത്, നോ പഠിച്ച കള്ളനാണ് ആ താടിക്കാരൻ. ഓൻ കൃത്യമായിട്ട് എറിയേണ്ട സ്ഥലത്താണ് എറിഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? ഓൻ നല്ല പൈസ ഉണ്ടാക്കും. അവസാനം ഓൻ മുങ്ങും. നിങ്ങൾ കണ്ടോ? അവൻ മുങ്ങും, ഓനിവിടെ ഒഴിവാക്കും. ഓൻ്റെ ലക്ഷ്യം പൈസ മാത്രമാണ്. ഓൻ അടിമയാന്നാ പറയുന്നത്, സ്ത്രീകളുടെ അടിമയാവൂല്ലോ. നമസ്കാരം.